അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏർവാടിയിൽ നിന്നും രാമേശ്വരം പോണ റൂട്ടിൽ പാമ്പൻ പാലം പറയുന്ന സ്ഥലത്താണ്. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമായ കാഴ്ചകൾ. രണ്ട് സൈഡിൽ കടൽ, നടുകൂടെ പാലം, പാലത്തിനടിയിൽ കടലിൽ കൂടെ റെയിൽവേ പാളമുണ്ട്. അതിന് പുറമെ അത് കൂടെ കപ്പൽ വരും. കപ്പൽ വരുന്ന സമയത്ത് ഈ റെയിൽപാലം മുകളിലേക്ക് പൊങ്ങും. കപ്പൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് താഴത്തേക്ക് തന്നെ വരും. എന്തായാലും മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണിത്. ഇതെല്ലാവരും പ്രകൃതി ഭംഗി എല്ലാവരും കണ്ട് ആസ്വദിക്കണം, എല്ലാവരും ഇവിടെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും തരട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതുപോലെ ഈ പാലത്തിനോട് ചേർന്ന് അതിമനോഹരമായൊരു പള്ളി, വലിയൊരു മുനാരം, മാഷാ അല്ലാഹ്. അതുപോലെ ഇവിടെ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദ്ഷാ റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ അബൂ താഹിർ റളിയല്ലാഹു അൻഹു. ഈ 3 പേരുടെയും മഖ്ബറ ഈ ഏർവാടി പള്ളിയിലാണ്. അതിനോട് തൊട്ട് ചേർന്ന സ്ഥലമാണ് കാട്ടുപള്ളി ഹക്കീം ഡോക്ടർ റളിയല്ലാഹു അൻഹു, അവരുടെ മഖ്ബറയും. ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഏർവാടി പരിശുദ്ധ പ്രദേശത്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തണം. അള്ളാഹുള്ള ഭാഗ്യം നൽകട്ടെ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം സന്തോഷമാക്കട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകട്ടെ. ഒരപകടത്തിനും പെടുത്താതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇവിടെ വന്ന് ഇതെല്ലാം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.